നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തായി പോയ കാര്യം? ആളെ കണ്ടോ? വീട് മാത്രം കണ്ടു, ആളെ കണ്ടില്ല. കഥ വിശദമായി ഞാൻ വൈകിട്ട് പറയാം. തൽക്കാലം ബാബുജിയുടെ ഒരു സഹായം എനിക്ക് വേണം. പറയൂ സർ, എന്നാലകന്ന് എന്തും ചെയ്യാം. കാട്ടിക്കുളം ചെക്ക് പോസ്റ്റ് കടന്നുപോയ ഒരു കാറിന്റെ ഡീറ്റെയിൽസ് വേണം. നമ്പർ, CCTV വിഷ്വൽസ്. ഒഫീഷ്യലി ചില പ്രൊസീജിയർ ഉണ്ട് സർ. നേരായ വഴി പോയാൽ അത് പണിയാ. അത് ഔട്ട് ഓഫ് ദ വേ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ശരി. സാറ് വിഷമിക്കണ്ട, നമുക്ക് ശരിയാക്കാം. നന്ദി. ഞാൻ ബാബുജിയെ വേണ്ട രീതിയിൽ കണ്ടോളാം. സാർ എന്നോടാണോ ഇങ്ങനെ പറയുന്നത്? ഇതൊരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ കാര്യമല്ലേ സർ? ഞാൻ കൂടെ ഉണ്ടാവും. ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. ദൈവം കൈവിട്ടില്ല. കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധികൾക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തിട്ടുണ്ട്. അക്ഷര ആകെ പുകഞ്ഞു നിൽക്കുകയാണ്. ഇനി ചെറിയൊരു തീപ്പൊരി മതി, ആളി കത്തിക്കോളും. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഈയിടെയായി അവൾക്ക് ചില മാറ്റങ്ങളുണ്ട്. ഇടയ്ക്കിടെയുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ നീതിമാന്റെ മാർഗത്തിലേക്കുള്ള നടത്തമാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് നമുക്ക് അപകടം. അവളെ ഒരു ചാവേറിനെ പോലെ മുന്നിൽ നിർത്തിയാലേ ഈ കളി നമുക്ക് ജയിക്കാൻ പറ്റും. ഇവിടെ തോറ്റോ പിന്നെ കോഞ്ചന തീർന്നു. ഇത്ര നാളത്തെ എന്റെ കാത്തിരിപ്പ് വെറുതെയാവും. അതുകൊണ്ട് ചെയ്യാനുള്ളത് എത്രയും വേഗം ചെയ്യണം. കളം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അക്ഷരം വീട്ടിൽ ബോംബ് പൊട്ടാൻ ഇനി അധികം ദിവസം വേണ്ട. അപ്പച്ചി ഇത് തന്നെ പറഞ്ഞേ. എന്തായാലും തുനിഞ്ഞിറങ്ങാൻ തന്നെ ഞാൻ തീരുമാനിക്കും. സുനിത ഇന്ന് ആശുപത്രിയിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കിക്കോണം. എന്താ നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോവാത്തത്? പ്രത്യേകിച്ച് നിരഞ്ജൻ അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക്. അതുകൊണ്ട് തന്നെയാ പോവാത്തത്. ഉള്ളു വെന്ത് മറ്റുള്ളവരുടെ പരിഹാസം കേട്ട് അവിടെ പോയിരിക്കാൻ എനിക്ക് പറ്റില്ല. അതാ ഞാനിപ്പോ സുനിതയോട് പറഞ്ഞതും. എന്തായാലും മൂക്കറ്റം മുങ്ങി, ബാക്കി ഞാൻ കാണിച്ചു കൊടുക്കാം. എടുത്തുചാട്ടം അപകടമാണെന്ന് നിന്നോട് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഇത് എടുത്തുചാട്ടമൊന്നും അല്ല ഡാഡി, ഒരു ഭാര്യയുടെ അവകാശം. അത് ഞാൻ ചെയ്യും. നീ എന്ത് ചെയ്യാൻ പോവുകയാണെന്നാണ് എനിക്കറിയേണ്ടത്. അത് ഡോക്ടർ നിരഞ്ജൻ വിളിക്കുമ്പോ ഡാഡി അറിഞ്ഞാ മതി. എന്താ മോളെ? വാ, ഒരിടം വരെ പോണം. എവിടേക്ക്? നരകത്തിലേക്ക്. അപ്പച്ചി വന്ന് വണ്ടി കയറ്, എന്നിട്ട് പറയാം. അയ്യോ മോളെ. എന്താ? അല്ല മോളെ, നീ ഇത് എവിടേക്കാ പോണേന്നൊന്ന് പറഞ്ഞിട്ട് പോ. എന്തായാലും അപ്പച്ചിയെ കൊല്ലാനൊന്നും കൊണ്ടുപോകല്ലെന്നറിയാലോ. അതിപ്പോ എന്റെ മോക്ക് വേണ്ടി ചാവാൻ വരെ അപ്പച്ചി റെഡിയല്ലേ? തൽക്കാലം ചാവണ്ട. കാരണം നമ്മൾ കൊല്ലേണ്ടവർ ഒരുപാട് മുന്നിലുണ്ട്. അവരെ തീർത്തിട്ട് ചാവാം. അതാ വേണ്ടത്. അപ്പച്ചി എന്തിനു റെഡി? അപ്പച്ചി വാ.
നിക്ക്, നീ ഇതെവിടേക്കാ? അതും കാഞ്ചനയും കുട്ടി. ഞാൻ പറഞ്ഞല്ലോ, അത് ഡോക്ടർ നിരഞ്ജൻ ഡാഡിയെ വിളിച്ചു പറഞ്ഞോളും. എന്തായാലും ഡാഡിക്ക് എന്നെക്കാൾ ഇഷ്ടം അയാളെയും അയാളുടെ പ്രിയപ്പെട്ടവളെയാണല്ലോ. അക്ഷര, വീണ്ടും ഞാൻ പറയുന്നു, തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് നീ പോവരുത്. അവക്ക് ശരിയെന്ന് ഉറപ്പുള്ളതല്ലേ ചേട്ടാ അക്ഷരമോള് ചെയ്യുന്നത്? ഓ, തെറ്റും ശരിയും കൃത്യമായി തിരിച്ചറിയാൻ കഴിവുള്ളവളാണല്ലോ നീ. അത് സ്വന്തം ജീവിതം കൊണ്ട് നീ തെളിയിക്കുകയും ചെയ്താണ്. അപ്പച്ചി വാ, ബാക്കി സംസാരം വന്നിട്ട്. അക്ഷര, ഈശ്വര, ആ പലിശക്കാരൻ പിന്നെയും വന്നതാണോ? അയ്യോ. നിത്യേ, നമ്മളെ cheers. അല്ല, സംശയിക്കണ്ട, ഇത് അമ്മയുടെ വീട് തന്നെ. പാർവതി അമ്മയും വിലാസിനി മുത്തശ്ശിയും വിലസുന്ന മനോഹരൻ അച്ഛന്റെ മനോഹരമായ കൊട്ടാരം. എന്താ ഇവിടെ? അല്ല, എന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഞാൻ അക്ഷര ജയശങ്കർ.